ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ കുടുംബക്കാരാണെങ്കിൽ കുടുംബത്തിലേക്ക് സ്വാഗതം, പിന്നെ സബ്സ്ക്രൈബ്. ആദ്യം സ്വാഗതം, പിന്നെ സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മുടെ പഴയ ചങ്കുകൾക്ക് മുഴുവൻ വീഡിയോ കാണുക, പുതിയ ചങ്കുകൾ മുഴുവൻ വീഡിയോ കാണുക. ഇന്ന് നമ്മൾ പോകുന്നത് മുഴുവൻ വീഡിയോ ഇടുന്നതാണ്. വളരെ പഴയൊരു ലേക്കിലേക്കാണ്. ലേക്ക് എന്ന് മനുഷ്യരുണ്ടാക്കി, ബ്രിട്ടീഷുകാരുണ്ടാക്കിയതുകൊണ്ട് വൃത്തിയായിട്ട് നിൽക്കുന്ന ഒരു ലേക്കിലേക്ക്. അപ്പോൾ ആ ലേക്ക് കാണാൻ നമ്മളെ കൂടെ കൂടുക, മൊത്തം കാണുക. ഷില്ലോങ്ങിൽ അപ്പോൾ മൊത്തം കാണാൻ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് എല്ലാം ചെയ്യുക. അപ്പോൾ ചങ്ക് ഇതെല്ലാം വ്യൂസാണ്. ബ്രിട്ടീഷുകാരുണ്ടാക്കി നല്ല വൃത്തിയായിട്ട് കിടക്കുന്നു. ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലത്തെ പോലൊക്കെ വരണ്ടേ, നമുക്ക് എന്തായാലും കാണാൻ കാഴ്ചകൾ. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. 1800 എടേ സത്യത്തിൽ ഈ ലേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് 1894 മറ്റോ ഒരു ബ്രിട്ടീഷുകാരനാണ്. അന്ന് ബ്രിട്ടീഷുകാരുടെ റൂളിലായിരുന്നു. ഇത് സത്യത്തിൽ ഒരു ലേക്ക് മാത്രമല്ല, നമുക്കൊരു ഫുൾ ഡേ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഈവനിങ്, നല്ലൊരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലാണ് ഒരു കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടാൽ നല്ലൊരു ലോണും ഗാർഡനും ഒക്കെ ഉണ്ട്. ഇത് മാൻമെയ്ഡ് ലേക്കാണ്. നമ്മൾ ഉമിയാൻ ലേക്ക് കണ്ടെങ്കിൽ ഉമിയാൻ ലേക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡാമിൻ്റെ ആയിരുന്നു, ആ ഡാമായിരുന്നു. പക്ഷേ ഇത് ഹ്യൂമൻ ബീയിങ് കൺസ്ട്രക്ട് ചെയ്തതാണ് ബ്രിട്ടീഷുകാർ. ഈ ഓരോ കാഴ്ചയും നല്ല രസമുള്ളതാണ്. കാരണം ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്തായിരുന്നു, ഷില്ലോങ് ടൗണിൽ തന്നെ. കാരണം പോലീസ് ബസാറിന് അടുത്തായിട്ടാണ് ഈ സംഭവം ഉള്ളത്. ഇവിടെ വന്നാൽ ബോട്ടിംഗ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ജോഗിങ്ങിനൊക്കെ ഉള്ളൊരു സംഭവം. പക്ഷേ എനിക്ക് നമ്മുടെ ബാംഗ്ലൂരൊക്കെ ഇതുപോലത്തെ ലേക്ക് വേണമെന്നല്ലേ, പക്ഷേ വൃത്തിയുള്ള ബോട്ടിംഗ് ഒക്കെ ഉള്ളത് നമ്മുടെ വീട്. ഹലസൂർ ലേക്ക് ഉണ്ടല്ലേ, ശരിയാ. പക്ഷേ ഹലസൂർ ലേക്ക് നമ്മുടെ വീടും ദൂരെയാണ്. പക്ഷേ ഹലസൂർ ലേക്കിൻ്റെ പ്രശ്നം വെച്ചാൽ ഹലസൂർ ലേക്കിൽ മറ്റേ ആർമിയുടെ ട്രെയിനിങ് നടക്കുക. പലപ്പോഴും നമുക്ക് ബോട്ടിംഗ് മറ്റും അലൗഡ് അല്ല. ഇതുപോലെ ആണ്. കാരണം രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും. പക്ഷെ എന്തായാലും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ. കുറേ നല്ല കണ്ണിന് കുളിർമ തരുന്ന കാഴ്ചകളാണ് ഇവിടുന്ന്. നിങ്ങൾ കണ്ടല്ലോ, ഇത് എന്നെ കിടന്ന് കളിയാക്കുന്നതാണ്. ബിജോളിയോ എനിക്ക് ചോദിക്കാൻ പറയുന്നു, അളിയൻ പറഞ്ഞോട്ട്. ബിജോളിയോ അക്കൂ തന്നെ. എനിക്ക് അക്കൂവിന് വിശ്വാസമൊന്നുമില്ല. അവനെന്ത് ചെയ്യും? നാസ് ബ്രോ അറിയാലോ, ഇവിടെ പഠിച്ച് മര്യാദയ്ക്ക് നിൽക്കാൻ പറ. പെങ്ങളോട് ആ ചവിട്ടിക്കൂട്ടി വയ്ക്കേണ്ടി വരും. കളിയാക്കുന്നതിന് പെങ്ങളാണോ അളിയനാണോ വലുതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. പെങ്ങളുണ്ടല്ലേ അളിയനുണ്ടാവുള്ളൂ. എന്താ ഒന്നും മുട്ടിട്ടില്ല. ഓക്കെ, നോക്കോ. അതാണ് കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ. അവിടെ പിള്ളേർക്കുള്ള ചിൽഡ്രൻ എക്സസൈസ് മെഷീൻ കൊണ്ടോ. നമ്മളതിൻ്റെ അതുപോലെ തന്നെടാ ബാംഗ്ലൂർ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന പോലെ ഇതുണ്ട്. ഞങ്ങൾ അതുപോലത്തെ ഒരു പ്രായത്തിലാണ് ഞങ്ങൾ എക്സസൈസ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയത് തന്നെ നല്ലൊരു വ്യൂ ആണ്, നല്ലൊരു ലേക്കാണ്. എനിക്ക് ആ പാലം, ആ വുഡ് പാലം വന്നിട്ട് ബന്ദ് ചെയ്തിട്ടേക്കുന്നു. കൊല്ലടാ, ഞാൻ കാട്ടിത്തരാം. അതിൽ ആ പാലത്തിൽ കൂടെ നേരത്തെ അവർ ആൾക്കാർ കയറ്റി വിടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ബന്ധാണ്. ചേച്ചി, താങ്കളുടെ ഒരു ചിരി തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചാലോ. കണ്ടല്ലോ, ഇതാണ് ചിരി. ലച്ചൻ അപ്പോൾ ഓവറോൾ എന്താ പറയുക, ഞാമേ ഇവിടെ വന്നാൽ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണോ? എന്താ നിന്റെ അഭിപ്രായം? എനിക്ക് വലുത് കണ്ണിന് കുഴമ്പമായിട്ടൊന്നും തോന്നുന്നില്ല. ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. ഈ വെള്ളച്ചാടി നീന്താന്നറിയോ? അതില്ല. അതാണ് ശരി. അറിയാത്തവർക്കായിട്ട് ഞങ്ങളുടെ രാമു വന്നിട്ട്, രാമുവിൻ്റെ വീടിൻ്റെ പിന്നിൽ പമ്പയാറായിരുന്നു, മണിമലയാറായിരുന്നു. വാ കണ്ടൂടെ, രാമുവിൻ്റെ വീടിൻ്റെ പിന്നിൽ മണിമലയാറായിരുന്നു. മണിമലയാറ്റിൽ ആ കരയിൽ ജനിക്കുന്ന ഓരോ പിള്ളേരും പമ്പയാറ് നീന്തി കടന്ന്, അല്ലെ മണിമലയാറ് നീന്തി കടന്ന് വളർന്ന പിള്ളേരാണ്. ഇതോ ഷിറ്റ്. ഇനി ഇല്ല, സോറി. പിള്ളേർ മണിമലയാറ്റിൻ്റെ കരയിലും പമ്പയാറ്റിൻ്റെ കരയിലുള്ള പിള്ളേർ ഒരു ഏത് ഇതിലും വേണം. എന്നറിയോ, കുഞ്ചാക്കോമൻ്റെ ഒരു മൂവി പറഞ്ഞല്ലോ, ഏത് മുങ്ങി നിവർന്ന പിള്ളേരാണ്. ഇതോ എനിക്ക് നീന്തൽ പഠിപ്പിക്കാൻ ചുമതല എൻ്റെതാണ്. പഠിപ്പിക്കും. അത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞാൽ പഠിച്ചോളാൻ പറഞ്ഞതാണ്. Bloody grammar basis. Building grammar basis.
ഐസ് നമ്മുടെ എനിക്ക് ട്രിവാൻഡ്രം മ്യൂസിയത്തിലൊക്കെ പോകും, മ്യൂസിയത്തിൻ്റെ നടുവിലൊക്കെ ലേക്ക് വെച്ച് എങ്ങനെ ആയിരിക്കും, അതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഈ കാഴ്ചകൾ നല്ല കണ്ണിന് കുളിർമ വേണ്ട കേട്ടോ. പക്ഷേ ഈ നഗരത്തെ നശിപ്പിക്കുകയല്ലേ ഇവർ. കാരണം എന്ന് വെച്ചാൽ ഗുവാഹത്തി വെച്ച് നോക്കുമ്പോൾ, നമ്മൾ നാളെ ഗുവാഹത്തിക്ക് തിരിച്ചു പോകും. ഗുവാഹത്തി വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, ഇവിടെ പീസ്ഫുള്ളാണ്, കുറേയധികം പോസിറ്റിവിറ്റി ഉണ്ട്. പക്ഷെ പൊല്യൂഷൻ നശിപ്പിക്കുക. മേളിലേക്ക് കയറാം, മേളിലേക്ക് എത്തല്ലേ പോകും. ഇവിടെ ഫിഷിനെ ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതെവിടെയെന്നല്ല, ഇവിടെ അവർ മന്ത്ലി വന്നിട്ട് 200 രൂപയാണ് മന്ത്ലി പാസിന് ചാർജ് ചെയ്യുന്നത്. ഇങ്ങനെ ഇല്ല, എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നത്. നേരത്തെ എല്ലാ ദിവസവും വർക്കിംഗ് ചെയ്യാനാണ് കേട്ടോ. പക്ഷേ അല്ല, ലേക്കിൻ്റെ ഫൈനൽ വേർഡിക്റ്റ് ഇതെൻ്റെ അഭിപ്രായം കൂടാം. ഫൈനൽ വേർഡിക്റ്റ് ബോട്ടിങ്ങിനും കൂടെ പോയിട്ട് പറയാം. ഓക്കെ, ബോട്ടിങ് എവിടെയാണ് കൊടുക്കുന്നത്? നമുക്ക് ബോട്ടിങ്ങിനോട് പോയിട്ട് പറയാം. നമ്മളങ്ങനെ ബോട്ടിങ്ങിന് പോകാൻ പോകുന്നു. നമ്മളങ്ങനെ ബോട്ടിന് പോകണം. അതാണ് എക്സ്പീരിയൻസിന്റെ പ്രശ്നം അറിയോ, നമ്മളൊരിക്കലും ഇതുപോലെ ബോട്ടിങ്ങിന് പോയിട്ടുണ്ട്. പിന്നെ എന്താ സംഭവിച്ചെന്ന് ഓർമ്മയുണ്ടോ? ചേട്ടൻ ചവിട്ടി. എനിക്ക് രാമു വന്ന് എന്താണ് മേടിച്ചിരുന്നത്? രാമു എനിക്ക് മാർക്കറ്റിലേക്ക് പോകും. രാമോ, ഒരു Q&A സെഷൻ. ഒരൊറ്റ ചോദ്യം, ഒരൊറ്റ ആൻസർ. നീ ഹാപ്പിയാണോ? എന്താ നീ ഹാപ്പിയാണെന്ന് ഞാൻ സന്തോഷത്തോടെ എനിക്കൊരു കാര്യം അറിയൂ. രാമു സന്തോഷമാണ്, ഞാൻ ഹാപ്പിയാണ്. രാമു ഹാപ്പിയിൽ ഞാൻ ഹാപ്പിയല്ല. ഐ ലവ് യു രാമു. ഐ ലവ് യു ടു. അതൊരു ശിക്കാരയാണ് ഗൈസ്, ശിക്കാര വിത്ത് ബോട്ട്മാൻ. കണ്ടോ, നമുക്ക് ഇങ്ങനെ കിടന്ന് പോകാം. 250, 500 നമ്മൾ കൊടുത്തത്. ഒറ്റയ്ക്ക് ചവിട്ടുന്ന ഞാനാണ് ഗൈസ്. നിങ്ങൾ കാണും, ഭർത്താവിൻ്റെ അല്ല, ഒരു ലീഗൽ പാർട്ണറിന്റെ രോദനം. ബോട്ടിൽ പോകണതൊക്കെ നമ്മളെ ഹായ് കാണിക്കുന്നത്. ഇഷ്ടപ്പെടും ബോളിങ്. ഞാൻ ചവിട്ടുന്നത് ഇഷ്ടപ്പെടുമല്ലോ. ഞാൻ ചവിട്ടുന്നത് ഞാൻ ഇഷ്ടപ്പെടും. ഞാൻ പോയി കാലം നീ കേൾക്കാം അവിടെ. ഞാൻ പോയി എന്ന് നീ തിരിച്ചോണ്ടിരിക്കാം അവിടെ. എപ്പോഴും നീ ചിരിച്ചോണ്ടിരിക്കാവോ? ഞാൻ എന്താ റോബോട്ട് എപ്പോഴും ചിരിച്ചോണ്ടിരിക്കാം. നീ ചിരിച്ചാൽ എനിക്ക് സന്തോഷം. ഞാൻ കയാക്കിൽ ഞാൻ പ്രോയായി. അത് ഞാനും തൊഴിഞ്ഞായിരുന്നു. ഞാൻ പ്രോ ആയി എന്ന് പറഞ്ഞു പോയത്.
ഒരു ഇത് വലുതാണെന്ന് തോന്നുന്നു. പെടല് വലുതാണെന്ന് തോന്നുന്നു. അതിനെ എൻ്റെ പടക്കൊണ്ടാരം കൊണ്ടത് വേറെ. ഹായ് കുടുംബക്കാരെ, എല്ലാവർക്കും സുഖമില്ലേ? നമ്മളിവിടെ മതിയല്ലേ? മതി. 30 മിനിറ്റ് തന്നിട്ട് 250 രൂപ വാങ്ങിച്ച്. പക്ഷെ നമ്മൾ 30 മിനിറ്റ് എടുക്കണില്ല, നമ്മൾ തിരിച്ചു പോവാം. കറക്റ്റ് അതിനകത്ത് തന്നെ ഒരു വെട്ടം മതി. എന്ത് ബ്രിഡ്ജാ? ഈ ബ്രിഡ്ജിൽ കൂടെ നമ്മൾ വന്നില്ലല്ലോ. വന്നോ? അപ്പോൾ രാമേ, ഇനി പറ, ബോട്ടിങ് കഴിഞ്ഞു. ഇതെന്താ എങ്ങനെയുണ്ടായിരുന്നു? ബോട്ടിലോട്ടപ്പം കുറെ ചെക്കന്മാര് അപ്പുറത്തോടെ ബോട്ടിൽ പോകണ്ടായിരുന്നു. അവർക്ക് എന്നെ ഹായ് 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 കളിക്കുന്നുണ്ട്. ആ സുന്ദരിയായ ഭാര്യയോട് മറ്റുള്ള പുരുഷന്മാർക്ക് തോന്നുന്ന സ്നേഹത്തെ കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരുന്ന ഭർത്താവിന്. അപ്പൊ പറയൂ, ഓവറോൾ എന്തായിരുന്നു എന്റെ എക്സ്പീരിയൻസ്? ഞാനും ഹായ് ഒക്കെ കൊടുത്ത്. എന്റെ ഓവറോൾ എക്സ്പീരിയൻസ് ഉണ്ട്. കൊള്ളായിരുന്നു, അടിപൊളിയായി. ചേട്ടൻ ചവിട്ടിയത് കൊണ്ട്. നിങ്ങൾ കണ്ടില്ലേ ഗൈസ്? നിങ്ങൾ കണ്ടില്ലേ കുടുംബക്കാരെ? ഒരു ഭർത്താവിന്റെ രോദനം ഇനി ഏത് രീതിയിലാണ് പീഡിപ്പിക്കുന്നത് നമ്മുടെ കൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ നമ്മുടെ വാട്സ്ആപ്പിന്റെ വീഡിയോ ഇത്ര മാത്രം. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. കുടുംബത്തിലെ പുതിയ അംഗങ്ങൾക്ക് സ്വാഗതം. പഴയ അംഗങ്ങൾക്ക് ലവ് യു ചങ്കുകളെ മുത്തുകളെ. ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ഹൈപ്പ് ചെയ്യൂ, എന്തൊക്കെ വേണമെങ്കിൽ ചെയ്യും. നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ സ്നേഹം കൂടുമ്പോൾ ഞങ്ങളുടെ സ്നേഹം നിങ്ങളോട് അല്ല, നിങ്ങളുടെ സ്നേഹം കൂടുന്നതും നമ്മൾ ഇതുപോലെ കൂടുതൽ ഉടായ്പ നമ്പേഴ്സോട്ട് വരും. ഉടായ്പ നമ്പറല്ലോ, ഇതുപോലെ ബ്രാൻഡുകളോട്ട് വരും. ഇതൊരു കാര്യം കാണിച്ചത് നിങ്ങൾക്ക് മാത്രം സർപ്രൈസ് ആയിട്ട്. ഈ പാലോട് ഞാൻ പോവാ, ഞാൻ പാലോട് കാണിച്ചു കൊടുത്തു ഗൈസ്. ഈ പാലോട് ഞാൻ പൂട്ടിയിട്ടേക്കുന്നത്. നിങ്ങൾ വേറെ വല്ല നോക്കിയാൽ നിങ്ങളുടെ മാത്രം എന്റെ ഉത്തരവാദിത്തമല്ല. അപ്പൊ ബന്ധി വെക്കുക. എക്സിറ്റ് എവിടെ അല്ലേ?